അടിപൊളി സൺറൈസ് ആണ് ഇവിടെ. പിന്നെ നല്ല ആംബിയൻസ് ആണ്. ക്യാമ്പ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. കുറെ പേര് വന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയുള്ള സൺറൈസും സൺസെറ്റും കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ മേലെയാണ് നമ്മൾ ക്യാമ്പിങ് ചെയ്തത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ വഴി കൂടെ നമ്മൾ മേലെ പോയി കഴിഞ്ഞാൽ മേലെ നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. നമുക്ക് അവിടെ ഒരു ടെന്റ് അടിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ പല സ്ഥലത്തും ആൾക്കാർ ടെന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും പോയി ക്യാമ്പ് ചെയ്യാം കേട്ടോ. ഇവിടെ നോക്കിയൊക്കെ ബാർബിക്കൊക്കെ ഇടാൻ വേണ്ടിയുള്ള സംഭവങ്ങളാണ്. ആൾക്കാർക്ക് വന്നിരിക്കാം, അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ താഴോട്ട് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആണ്. നോക്കി, ഇവിടെയാണ് നമ്മൾ ടെന്റ് അടിച്ചത്. ഇവിടെ വന്ന് ബാർബിക്കൊക്കെ ഉണ്ടാക്കി ടെന്റൊക്കെ അടിച്ച് സെറ്റായത്. താഴ്വാരങ്ങളും മലകളും എല്ലാം നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ജേറ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു ലൊക്കേഷൻ ആണിത്. അവിടുന്ന് വരികയാണെങ്കിൽ ഇവിടെ ഒരു ടവർ ഉണ്ട് കേട്ടോ. ടവറാണ് ഇവിടെ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്. ടവറിന്റെ അടുത്ത് വരികയാണെങ്കിൽ നമുക്ക് കറക്റ്റ് നല്ല രീതിയിൽ സൺറൈസും കാണാം. സൂപ്പറായിട്ട് ക്യാമ്പ് ചെയ്യുകയും ചെയ്യാം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാല് നല്ല ക്ലൗഡിയാണ്. ക്യാമ്പ് ചെയ്യാനാണെങ്കിൽ ബെസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞത് ഇതാണ്. നമുക്ക് ഫുജേറയുടെ ഫുള്ള് വ്യൂ ആണ് നമുക്ക് ഇവിടെ വന്നാൽ കിട്ടുന്നത് കേട്ടോ. ഈ മലകളിലെ ഏറ്റവും ടോപ്പിൽ വന്ന ഒരു ഫീലാണ് നമുക്ക്. മണ്ണ് റോഡാണ്, പക്ഷെ നമുക്ക് ഇവിടെ ഒന്നും അങ്ങനെ വലിയ പ്രശ്നമില്ല. ഇവിടെ ഇംഗ്ലീഷുകാരൊക്കെ വന്നിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലായിടത്തും പോയിട്ട് ക്യാമ്പ് ചെയ്യാം. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് ഓംലേറ്റും ബ്രെഡും അതല്ലേ? അതന്നെ. പിന്നെ പാൽച്ചായും ഇതാണ് നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങളപ്പോ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അപ്പൊ സാധനങ്ങളെല്ലാം നമ്മൾ ലോഡ് ചെയ്തോണ്ടിരിക്കുക വണ്ടിയിലേക്ക്. താഴെയാണ് വണ്ടി, അതുകൊണ്ട് താഴെ കൊണ്ടുപോയിട്ട് പാക്ക് ചെയ്യാൻ പോകാം. ക്യാമ്പിങ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാൻ പോവാണ്. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നൈറ്റ് വന്ന കാര്യം നമുക്ക് ഇന്നലെ രാത്രി വന്ന വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ തിരിച്ചു പോകുമ്പോൾ ഫുള്ള് അതിന്റെ വഴിയും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ നമ്മൾ തരുന്നതാണ്. അപ്പൊ ഇവിടുത്തെ ഇന്നത്തെ ക്യാമ്പിങ് അടിപൊളിയായിരുന്നു. ഒരു കുഴപ്പമുണ്ടായില്ല. സുഖമായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തു. വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യുക. അങ്ങനത്തെ ഒരു നല്ലൊരു ലൊക്കേഷനാണ്. നമ്മൾ അങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്റ്റീപ്പ് ആയിട്ടുള്ള ഇറക്കങ്ങളാണ്. ശ്രദ്ധിച്ച് പോകണം, ഇത്തിരി കെയർഫുൾ ആയിട്ട് പോകണം. അപ്പൊ ഇതാണ് നമ്മുടെ ഈ വഴികളുണ്ടാവും. അത്യാവശ്യം ഡേഞ്ചറസ് ആയ കുറച്ച് വഴികളാണ്. നല്ല ഹെയർ പിൻ ആയിട്ടുള്ള കുറച്ച് കയറ്റങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. രാത്രി വന്നപ്പോൾ നമുക്കിതൊന്നും മനസ്സിലായില്ല. എത്ര കയറ്റാണ് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. ഇപ്പൊ ഇറങ്ങിയപ്പോഴാണ് അതിന്റെ ഒരു സീരിയസ്നെസ് ഒക്കെ മനസ്സിലാവുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഭയങ്കര കെയർഫുൾ ആയിട്ട് വണ്ടി ഓടിക്കണം, അല്ലെങ്കിൽ ഇത്തിരി ഡേഞ്ചറസ് ആണ്. ഫുള്ള് അങ്ങനെ മണ്ണ് റോഡാണ്. ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയ നല്ലൊരു ട്രയലാണിത്. സഡാങ്കാർ ട്രൈ ചെയ്യണ്ട. നമ്മൾ അവിടെ നിന്ന് ഇപ്പൊ താഴത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോ ഉള്ള റോഡുകൾ പ്രശ്നമില്ല. നമ്മൾ തിരിച്ചു പോണ വഴിക്ക് കാണാൻ പറ്റിയ ഒരു അടിപൊളി ലൊക്കേഷൻ ഉണ്ട്. നല്ല രസമായിട്ടുള്ള മലകളാണ്, അടിപൊളിയാ. ഓഫ് റോഡിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ്. കഴിയുന്ന ആൾക്കാർ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടുന്നതാണ്.